This video gives an introduction to computer software. So we'll start with what is a computer software. A software refers to a collection of programs. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് ആൻഡ് ഇറ്റ് ടെൽസ് ദി കമ്പ്യൂട്ടർ ഹൗ ടു വർക്ക്. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് പറയുന്നത് അതിന് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിക്കുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ കമ്പ്യൂട്ടറിനോട് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ദാറ്റ് ഇസ് ഫിസിക്കലി എക്സിസ്റ്റിംഗ് ഫിസിക്കലി വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടച്ചബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിനകത്ത് പാർട്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിക്കാൻ കുറച്ച് പ്രോഗ്രാംസ് വേണം. ആ പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയറിനെ കമ്പ്യൂട്ടറിൻ്റെ ബോഡിയാണെന്നും സോഫ്റ്റ്വെയറിനെ അതിനകത്തുള്ള ലൈഫ് അതിൻ്റെ സോളാണെന്നും പറയാം. അപ്പോൾ ആ ബോഡി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ ഒരു ലൈഫ് വേണം. അപ്പോൾ ആ ലൈഫാണ് കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. അത് വെറുതെ കുറച്ച് അതിൻ്റെ ഫിസിക്കൽ കുറച്ച് പാർട്സ് ഉണ്ട്, അതങ്ങനെ ഇരിക്കുകയുള്ളൂ. അത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ എന്താണ് പ്രോഗ്രാംസ് നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണെന്ന് പറഞ്ഞു. പ്രോഗ്രാം ഇസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു IQ ഇല്ലാത്തൊരു മെഷീനാണ്. IQ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയണമൊന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടറിനെ കൊണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനുള്ള പ്രോഗ്രാംസ് അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനത് പറയുക. എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മളൊരു പ്രോഗ്രാം എന്ന് പറയുക. അപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്ത് വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിലും ആ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രോഗ്രാമായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ആ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ C, ജാവ ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ലാംഗ്വേജിലൊക്കെ ഉള്ള പ്രോഗ്രാംസ് ആയിട്ടാണ് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊന്നും കൊടുക്കേണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, പോയി ഡേറ്റ ടൈപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുക. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കും ആ പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടാവുക. ദെൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ദെൻ ഡേറ്റ ഫയൽസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റ്സ്. ഡേറ്റ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എന്തെങ്കിലും സ്റ്റോർ ചെയ്ത ഡേറ്റയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അത് വർക്ക് ചെയ്യാൻ സ്റ്റോർ ചെയ്ത ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കുറേ ഡേറ്റ ഫയൽസൊക്കെ ആയിട്ടായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ ഫയൽസും സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടാണ്. ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദി പ്രോഗ്രാംസ് ആൻഡ് ഹൗ ദേ ആർ ടു ബി യൂസ്ഡ്. പിന്നെ ഓരോ സോഫ്റ്റ്വെയറിൻ്റെ കൂടെയും ഒരു അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. അതായത് ആ പ്രോഗ്രാമേഴ്സിന് ഇനിയിപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ മുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേറെ ഏതെങ്കിലും പ്രോഗ്രാമേഴ്സ് വരുത്തുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. ഇതിൻ്റെ അൽഗോരിതംസ്, ഫ്ലോ ചാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിനകത്തുള്ള പ്രൊസീജിയേഴ്സിൻ്റെയൊക്കെ പേർപ്പസ് എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അതേപോലെ എൻഡ് യൂസറിന് ഇത് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള യൂസർ മാനുവൽ പോലെയുള്ള ഡോക്യുമെൻറ്റേഷനും ഒക്കെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് സോഫ്റ്റ്വെയർ. അതിനകത്തുള്ള പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അത് റൺ ചെയ്യാൻ നമ്മൾ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതല്ലാതെ അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ, അതിൻ്റെ അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ, ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. Software is classified into two: system software and application software. System software, application software എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണുള്ളത്. Then system software, it is a set of programs that manages the resources of a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള റിസോഴ്സസ് മാനേജ് ചെയ്യാനായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഹാർഡ്വെയർ റിസോഴ്സസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ മെമ്മറി, പ്രോസസ്സർ,
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിനകത്തുള്ള റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ്, അതിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോംസ് സ്പെസിഫിക് ടാസ്ക് ഫോർ ദി കമ്പ്യൂട്ടർ യൂസർ. കമ്പ്യൂട്ടർ യൂസറിന് ആവശ്യമുള്ള സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യാനായിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കാണണം, അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ പ്ലെയർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആ വീഡിയോ പ്ലെയർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. ആ ഡോക്യുമെൻ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തായിരിക്കും ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ MS വേർഡൊക്കെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ യൂസറിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ യൂസേഴ്സ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യണം തോന്നി, നിങ്ങൾ എന്താ ചെയ്യുക? ഒരു വെബ് ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വെബ് ബ്രൗസർ, ക്രോം എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ആപ്ലിക്കേഷൻ എന്നും, ഇപ്പോൾ മൊബൈലിലൊക്കെ വന്ന സമയത്ത് അതിനെ വീണ്ടും ഷോർട്ടാക്കിയിട്ട് ആപ്പ് എന്ന് പറയുന്നത്, അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനകത്ത് സോഫ്റ്റ്വെയർ എന്ന് മാത്രം മീനിങ് ഇല്ല കേട്ടോ. അത് കമ്പ്യൂട്ടർ ആവാം, ഇത് ഒരു ഡെസ്ക്ടോപ്പ് മെഷീൻ ആവാം, ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ അതൊരു ടാബ്ലറ്റ് ആവാം, മൊബൈലാവാം. ഏതിനകത്തും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മീനിങ്. ഒരു മൊബൈലാണെങ്കിലും അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. മൊബൈൽ ഓൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഐക്കൺസൊക്കെ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ആപ്പുകൾ കാണാം, നിങ്ങൾക്ക് അതിനകത്ത് കോൾ ചെയ്യാം. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ആൻഡ്രോയിഡ്, iOS ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മൊബൈലിൻ്റെ. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മൊബൈലിനകത്ത് വാട്സാപ്പ് യൂസ് ചെയ്യണു. വാട്സാപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും അത് കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിലും ടാബ്ലറ്റിലും എല്ലാം ആപ്ലിക്കബിൾ ആണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ദെൻ ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് അതിനൊരു ഹൈറാർക്കിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മുടെ ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതായത് നമ്മുടെ ബെയർ മെഷീൻ, അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ആ ഹാർഡ്വെയറിൻ്റെ മുകളിലാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ വരുന്നത്. അതായത് ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ മുകളിലാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നത്. അതായത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മുകളിലാണ്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഒരു ഹാർഡ്വെയർ റിസോഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരിക്കും ആ ഹാർഡ്വെയർ റിസോഴ്സിനെ ആക്സസ് ചെയ്യുക. ഡയറക്റ്റ് ഹാർഡ്വെയറായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. അതായത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. നമുക്ക് എന്ത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിലും സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ മുകളിലായിട്ടാണ് യൂസർ വരുന്നത്. ഇതിനെയാണ് നമ്മൾ എൻഡ് യൂസർ എന്ന് പറയുക. എൻഡ് യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള യൂസേഴ്സ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ഈ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പവർ പോയിൻറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്, അത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാണ്, പവർ പോയിൻ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാനൊരു സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് വേറൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ വേറൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേറൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു എൻഡ് യൂസറാണ്. എൻഡ് യൂസറിന് വേണ്ട ടാസ്കുകളെല്ലാം ചെയ്യുക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. നോർമലി അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ വർക്ക് ചെയ്യിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഹൈറാർക്കി വരുന്നത്. ഇനി നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഓപ്പറേറ്റ് ആൻഡ് കൺട്രോൾ ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ടു പ്രൊവൈഡ് ദി പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ ഓപ്പറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും ആവശ്യമുള്ള സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ്
പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറേ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ഹാർഡ്വെയറിനും ഇടയ്ക്കുള്ളൊരു ഇൻ്റർമീഡിയറിയാണ് ആര്? സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ത്രൂ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് സെൽഫ് റെഗുലേറ്ററി ഫങ്ഷൻസ് ഫോർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫങ്ഷൻസ്, അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മാനേജസ് ഹാർഡ്വെയർ റിസോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാർഡ്വെയർ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക. ഇത് കമ്പ്യൂട്ടറിനകത്തുള്ള റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ടേം, അത് ക്രിയേറ്റിംഗ് ആൻഡ് മോഡിഫൈയിങ് സിസ്റ്റം സോഫ്റ്റ്വെയർ, അതിനെയാണ് നമ്മൾ സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് പറയുക. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന പ്രോഗ്രാംസിന് നമ്മൾ സിസ്റ്റം പ്രോഗ്രാംസ് എന്ന് പറയും. ആ സിസ്റ്റം പ്രോഗ്രാംസിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോഗ്രാംസിനെ റൈറ്റ് ചെയ്യുക, അതിനെ മോഡിഫൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സിസ്റ്റം പ്രോഗ്രാമേഴ്സ് എന്നാണ് പറയുക. ആ സിസ്റ്റം പ്രോഗ്രാമേഴ്സ് ചെയ്യുന്ന ടാസ്ക് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ആൻഡ് മോഡിഫൈയിങ് സിസ്റ്റം പ്രോഗ്രാംസ്, അതിനെ നമ്മൾ സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് റിസോഴ്സസൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യണത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർഫേസിലാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആ ഇൻ്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുപോലെ ലിനക്സ് എന്ന് പറഞ്ഞത് വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് നമ്മൾ കുറേ പ്രോഗ്രാംസ് എഴുതും, അതൊക്കെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും എന്ന് പറഞ്ഞു. അതായത് C++, ജാവ, പൈത്തൺ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് മാറ്റണം. അതായത് കമ്പ്യൂട്ടർ ഇൻ്റേണലി യൂസ് ചെയ്യുന്നത് ഒരു ബൈനറി ഫോർമാറ്റാണ് ഡേറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബൈനറി ഫോർമാറ്റിലേക്ക് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ C, പൈത്തൺ ഇതിനൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ആ ബൈനറി പ്രോഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രോഗ്രാം ട്രാൻസ്ലേറ്റേഴ്സ് ആവശ്യമുണ്ട്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ പറയുന്നതിന്. അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ഇടാം കേട്ടോ. ദെൻ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് അതിന് സ്മൂത്ത് ഫങ്ഷനിങ്ങിന് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ടാവും കമ്പ്യൂട്ടറിനകത്ത്. അതായത് ഇപ്പോൾ ഡീബഗ്ഗേഴ്സ് എന്ന് പറയും, എറർ ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ സ്ക്രീൻ സേവേഴ്സ്, ദെൻ ഡിസ്ക് ക്ലീനർ, അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ്. ഡിസ്ക് ചെക്കർ, ഡിസ്കിലൊക്കെ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതൊക്കെയാണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ, അതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതായത് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇതിപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ഷെയർ ചെയ്യുക, ഫയൽ സെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. Then comes the application software. It solve a specific problem or do a specific task. ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂസർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ടാസ്ക് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, MS വേർഡ് പറഞ്ഞു, അല്ലെങ്കിൽ പവർ പോയിൻറ്റ് പറഞ്ഞു. പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പവർ പോയിൻറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതാണ് യൂസറിൻ്റെ പ്രോബ്ലം. അത് സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. സോ ദേ ആർ ഓൾസോ കോൾഡ് പ്രൊഡക്ടിവിറ്റി പ്രോഗ്രാംസ് ഓർ എൻഡ് യൂസർ പ്രോഗ്രാംസ്. അതിന് പ്രൊഡക്ടിവിറ്റി പ്രോഗ്രാംസ് എന്ന് പറയാൻ കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനത്തെ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ അകത്ത് കുറേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് വലിയ കുറേ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പേപ്പറിൽ എഴുതി ചെയ്യണേക്കാളും സ്പീഡിൽ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി
കൂട്ടാനാണ് നമ്മളവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തത്. അപ്പോൾ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കമ്പ്യൂട്ടറാണെന്ന് പറയാം. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊഡക്ടിവിറ്റി പ്രോഗ്രാംസ് എന്നാണ് പറയുക. then അതിനെ എൻഡ് യൂസർ പ്രോഗ്രാംസ് എന്ന് പറയും. എൻഡ് യൂസർ ആരാന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെ കമ്പ്യൂട്ടറിനകത്ത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സാണ് എൻഡ് യൂസർ. അപ്പോൾ എൻഡ് യൂസേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ എൻഡ് യൂസർ പ്രോഗ്രാംസ് എന്ന് പറയും. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസും സ്പെഷ്യൽ പർപ്പസ് പ്രോഗ്രാംസ്. ജനറൽ പർപ്പസ് പ്രോഗ്രാംസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് പ്രോഗ്രാംസ്. അതിൻ്റെ പേര് പോലെ തന്നെ ജനറൽ പർപ്പസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിന് MS വേർഡ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയതാണ് MS വേർഡ്. അത് ഇന്ന ടൈപ്പ് യൂസേഴ്സിനൊന്നുമില്ല, ആർക്കും MS വേർഡ് വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുപോലെ സ്പ്രെഡ്ഷീറ്റുകൾ, അതായത് എക്സൽ പോലെയുള്ള കാര്യങ്ങൾ, സ്പ്രെഡ്ഷീറ്റ്സ്, അതൊരു ജനറൽ പർപ്പസാണ്. അതുപോലെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകൾ ജനറൽ പർപ്പസാണ്. ദെൻ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക്, അതൊരു ചെറിയൊരു ഏരിയ കവർ ചെയ്യണ പോലത്തെ, അതായത് ഏതെങ്കിലും ഒരു പേർപ്പസിന്, ആ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. അതായതിപ്പോൾ ഒരു ലൈബ്രറി ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, അത് ലൈബ്രറിക്ക് മാത്രം യൂസ് ചെയ്യാവുന്ന സംഭവമാണ്, അല്ലാണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. വേർഡ് പ്രോസസ്സിങ് യൂസ് ചെയ്യുന്ന പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല ലൈബ്രറി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ആ ലൈബ്രറീസിന് മാത്രം യൂസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു മെഡിക്കൽ ഷോപ്പിന് മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു ആപ്ലിക്കേഷൻ, അതൊരു സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ പർപ്പസ് ആവാം, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ആവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ടീച്ചർ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്, അത് ഒരു സ്പെഷ്യൽ പർപ്പസാണ്, അറ്റൻഡൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷൻസും ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻസും ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, വേർഡ് പ്രോസസ്സിങ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, വെബ് ബ്രൗസേഴ്സ്, ഇങ്ങനെയുള്ളതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ കുറച്ച് പോർഷൻസാണ് കാണേണ്ടത്. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.